അപ്പോൾ മച്ചന്മാരെ ഞാൻ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് അപ്പോൾ ഇന്ന് നമ്മളൊരു ബീച്ചിൽ പോവുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, സോമതീരം. ആ ബീച്ചിലൊന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് ജസ്റ്റ് വരാം. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെ ആദ്യത്തെ സ്പോട്ടായ ബീച്ച്, അതായത് സോമതീര അല്ലെങ്കിൽ അടിമലത്തറ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ അങ്ങോട്ടേക്ക് ഗൈസ്, അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അടിപൊളി സെറ്റാണ്. ഇനി കുറച്ച് അവിടുത്തെ വ്യൂസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഗൈസ്, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പീസ്ഫുള്ളാണ്. ഇട ദിവസങ്ങളിൽ വന്ന വലിയ ആൾക്കാരൊന്നും കാണില്ല. നമുക്ക് സെറ്റായിട്ട് ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാം. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ വൈബ് സെറ്റ് വൈബാണ്. എനിക്ക് അപ്പുറത്തെ സൈഡൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആടിമല ക്ഷേത്രം കാണാം. അവിടുത്തെ ശിവൻ്റെ പ്രതിമ അടിപൊളിയായിട്ട് കാണാം ഇവിടെ നിന്ന്. അപ്പോൾ വെയിലാണ്ടാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്, അല്ലാതെ ജാഡായിട്ടൊന്നുമല്ല. ആൻസിയുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം കലാരൂപം തുടങ്ങും. അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ആൻസി ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഈ കടൽ തീരങ്ങളിൽ വരുമ്പോൾ മാത്രം ആൻസിക്ക് ഒരു പ്രത്യേക ഒരു കലയുണ്ട്. ആ കല ഞാൻ ഇപ്പം ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി കാറ്റാണ്. എല്ലാവരും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന നല്ല കാറ്റും കൊണ്ട് കുറച്ച് പീസ്ഫുള്ളാവും, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. അപ്പോഴേ നമുക്ക് ആൻസിയുടെ കലാരൂപം ഇപ്പം കാണിച്ചു തരാമേ. അവൾ തുടങ്ങുമ്പം കാണിച്ചു തരാം. ഇപ്പം നമുക്ക് കുറച്ച് വ്യൂ ആണ് അങ്ങോട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആൻസിയുടെ കലാരൂപം. ഇവിടുത്തെ ശംഖ്, കല്ലുകൾ, ഇതൊക്കെ പറക്കലാണ് ആൻസിയുടെ ജോലി. ആൻസി കൊള്ളാമോ? ഞണ്ടുണ്ടെങ്കിൽ ഞണ്ടിനെ എടുക്കുക. എവിടെ കാണിച്ച നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കപ്പലാണെന്ന് തോന്നുന്നു കയറ്റം കിടക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റായിട്ട്. സൂര്യൻ അസ്തമിക്കാറായി. ദൂരിക്കുന്ന കുരിശടിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സെറ്റാണ് രാത്രി കാണാൻ വേണ്ടി. ഇപ്പോഴും സെറ്റാണ് കാണാൻ. ഞാനിപ്പോൾ സൂം ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാണുന്നതാണ് ആഴിമല ക്ഷേത്രം. അവിടെ
ഇവിടുത്തെ ശിവൻ്റെ പ്രതിമയാണ്. അതിൻ്റെ കുറച്ച് കല്ലുകളൊക്കെ പറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി വീട്ടിൽ കൊണ്ടുവച്ച് കഴുകി ഉണക്കും. ഇതാണ് ഇവിടെ ജോലി. ഇതാ അവിടെ കുറച്ച് പേര് കളിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. പിന്നെ ഈ ഏരിയയിൽ തന്നെയുള്ള കുറച്ച് പേരൊക്കെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അവർ വൈകിട്ട് ചില്ല് ഔട്ട് ചെയ്യാനും എല്ലാം വന്നിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് കടകളൊക്കെ വന്നിട്ട് ഏകദേശം 1 വർഷത്തിൻ്റെ അകത്തായതേ ഉള്ളൂ. 1 വർഷമില്ല, ഒരു 6 മാസം എന്തോ, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയായിരിക്കും ഓപ്പണ്. ഇതൊക്കെ ചിലതിൻ്റെയൊക്കെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ ഇവിടെ ഫുള്ള് ഇരുട്ടായി തുടങ്ങി. ഇനി വീഡിയോസ് കിട്ടാൻ പാടാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ 5:45 ആയി. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാം. ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. ഉണ്ട്, ചായയൊക്കെ ഉള്ളു, പക്ഷേ ചായ എനിക്കിഷ്ടമല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ അവിടെ ജ്യൂസൊന്നും കുടിക്കാൻ വേണ്ടി നിന്നില്ല. നേരെ വീട്ടിലോട്ട് വന്ന് ഇനി ഇവിടെ നിന്ന് കഴിക്കണം. അപ്പോൾ വാങ്ങിച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി താഴോട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ വണക്കം.